നീ എന്റെ അസൈൻമെന്റ് എഴുതി വെച്ചായിരുന്നോ? നിന്റെ അസൈൻമെന്റ് ഞാൻ തന്നെ എഴുതി വെക്കുന്നത്. എന്തോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ എന്ത് കാര്യം ഉണ്ടായാലും എന്റെ കൂടെ എഴുതി വെച്ചേക്കണേന്ന്. പിന്നെന്താടാ? ഇല്ല നടക്കത്തില്ല, എനിക്കിനി എഴുതി തരാൻ വയ്യ. വയ്യായോ? ആ വയ്യ. ഇവിടെ ബുക്ക് താടാ, ഉച്ചയ്ക്ക് കഴിച്ച പരീക്ഷയുള്ള എനിക്ക് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നീ എന്റെ അസൈൻമെന്റ് എഴുതി വെക്ക്. എത്രയും നേരത്തെ എഴുതി വെക്കുന്നോ അത്രയും നേരത്തെ ഈ ബുക്ക് തരാം. എഴുത്. എടാ എന്തിനാടാ ആ പാവത്തിനെ പേടിപ്പിക്കുന്നത്? നിനക്കങ്ങ് എഴുതി വെച്ചുകൂടായോ? എടാ ഇങ്ങനെ പേടിപ്പിച്ചാലേ എന്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ എന്റെ റെക്കോർഡ്, പ്രോജക്റ്റ്, അസൈൻമെന്റ് എല്ലാം എഴുതി വെക്കുന്ന ആരാ? അവൻ. കാര്യം എന്താ? പേടി. പിന്നെ പരീക്ഷയ്ക്ക് അവന്റെ അടുത്തിരിക്കുന്ന ആരാ? ഞാൻ. എനിക്ക് അവൻ കാണിച്ചു തരും. കാര്യം എന്തുവാ? പേടി. ഇപ്പൊ തന്നെ എന്റെ അസൈൻമെന്റ് എഴുതുക. നോക്ക്, കണ്ടോ? ഇതാണ്. എടാ എന്താടാ? താങ്ക്സ് കേട്ടോ പരീക്ഷയ്ക്കെല്ലാം കാണിച്ചു തന്നേന്. പിന്നെ ഞാൻ നിന്നോട് പെരുമാറിയതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഓ ഇല്ലടാ, ഞാൻ അതൊക്കെ അന്നേ മറന്നു. പിന്നെ താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല. നീ പരീക്ഷയ്ക്ക് ജയിക്കാൻ പോകുന്നില്ല. അതങ്ങനെ ഞാൻ നിന്റെ കണ്ടല്ലേ എഴുതിയ? പിന്നെന്താ? കണ്ടെഴുതിയതല്ല, ഞാൻ കാണിച്ചു തന്നത്. ആ കാണിച്ചു തന്ന എല്ലാം തെറ്റുത്തരവായിരുന്നു. പിന്നെ എങ്ങനെ നീ ജയിക്കും? നിനക്ക് തെറ്റ് കാണിച്ചു തന്നിട്ട് ഞാൻ ശരി എഴുതും. നിന്നെ തോപ്പിക്കണമെന്ന് എൻ്റെ ഒരു വാശിയായിരുന്നു. അതെന്തായാലും നടന്നു. നീ ഒരു വിഷയത്തിന് പോലും ജയിച്ചിട്ടില്ല. എടാ അലറിയിട്ടൊന്നും ഒരു കാര്യമില്ല. 10ാം ക്ലാസ്സാ. ഇനിയെങ്കിലും പഠിച്ച സേ എഴുതി ജയിക്കാം. പോട്ടെ.